ഭൂമിയും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാർത്തയും ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയുമാണ് നമ്മൾ നോക്കിക്കാണാറ്. ഭൂമിയും മറ്റു ഗ്രഹങ്ങളും അല്ലാതെ സൂര്യനെ ഭ്രമണം ചെയ്യുന്ന നമ്മുടെ സൗരയൂഥത്തിലുള്ള മറ്റു വസ്തുക്കളാണ് കോമറ്റ്സ്. ഈ കോമറ്റുകൾ പല വർഷങ്ങളെടുത്താണ് സൂര്യനെ വലം വയ്ക്കുന്നത്. ഇവ പലപ്പോഴും ഭൂമിയുടെ അടുത്തുകൂടി സഞ്ചരിക്കാറുണ്ട്. അടുത്തെന്ന് പറഞ്ഞാലും ഭൂമിക്ക് അപകടം സംഭവിക്കാൻ സാധ്യത ഒട്ടുമില്ലാത്ത ദൂരത്തിലൂടെയാണ് ഇവ സഞ്ചരിക്കുന്നത്. എന്നാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇവയെ പലപ്പോഴും കാണാൻ സാധിക്കും. ഈ വരുന്ന ഏപ്രിൽ ആദ്യവാരം നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തോടൊപ്പം മറ്റൊരാകാശ കാഴ്ച കൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കും. ഡെവിൾസ് കോമറ്റ് അഥവാ ചെകുത്താൻ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രം അന്ന് ദൃശ്യമായേക്കാം. സൂര്യനോട് അടുത്ത് നിൽക്കുന്ന നിലയിലാകും വാൽനക്ഷത്രം അന്ന് കാണപ്പെടുക. 12P പോൺസ് ബ്രൂക്കസ് എന്നാണ് ഈ വാൽനക്ഷത്രത്തിൻ്റെ യഥാർത്ഥ പേര്. 1812 ജീൻ ലൂയി പോൺസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തിയത്. 17 കിലോമീറ്റർ വീതിയുള്ള ഈ വാൽനക്ഷത്രം ഓരോ 71 വർഷമെടുത്ത് സൂര്യനെ ഭ്രമണം ചെയ്യുന്നു. സൂര്യനിൽ നിന്നുള്ള വികിരണം കടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വാൽനക്ഷത്രത്തിൻ്റെ ഹിമം നിറഞ്ഞ പുറന്തോട് പൊട്ടുകയും ക്രയോമാഗ്മ എന്ന പദാർത്ഥം വെളിയിലേക്ക് തെറിക്കുകയും ചെയ്യും. ഈ തെറിക്കുന്ന പദാർത്ഥ ഘടനയുടെ രൂപം പ്രത്യേകതയുള്ളതിനാലും കൊമ്പുകളെ അനുസ്മരിപ്പിക്കുന്നതിനാലുമാണ് ഇതിന് ഡെവിൾസ് കോമറ്റ് എന്ന് പേര് ലഭിച്ചത്. ചിഹ്നഗ്രഹങ്ങൾ പാറയോ ലോഹമോ കൊണ്ട് നിർമ്മിതമായ ബഹിരാകാശ വസ്തുക്കളാണ്. എന്നാൽ വാൽനക്ഷത്രങ്ങളിൽ പാറയ്ക്കൊപ്പം തന്നെ വിവിധ വാതകങ്ങളും പൊടിപടലങ്ങളുമൊക്കെ തണുത്തുറഞ്ഞ രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ സൂര്യന് സമീപത്തെത്തുമ്പോൾ വാതകങ്ങൾ ചൂടായി പുറത്തേക്ക് പോകുകയും വാലുപോലെ ഘടന പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. സൗരയൂഥത്തിൽ ഇതുവരെ കണ്ടെത്തപ്പെട്ട ഏറ്റവും വലിയ വാൽനക്ഷത്രം ബെർണാർഡിനെല്ലി ബ്രെയിൻസ്റ്റീൻ മെഗാ കോമറ്റാണ്. 100 കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ വാൽനക്ഷത്രം സാധാരണ വാൽനക്ഷത്രങ്ങളെക്കാൾ 1000 മടങ്ങ് ഭാരമുള്ളതാണ്. ഭൂമിയിൽ നിന്ന് ശതകോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഊൾട്ട് ക്ലൗഡ് എന്ന മേഖലയിലാണ് വാൽനക്ഷത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 29 മടങ്ങ് ദൂരത്തിൽ. 2031 വാൽനക്ഷത്രം ഭൂമിക്ക് ഏറ്റവും അടുത്ത ദൂരം എത്തുന്നത്. അപ്പോഴും വളരെ സുരക്ഷിതമായ അകലത്തിലാകും ഇത് നിൽക്കുകയെന്ന് ഗവേഷകർ പറയുന്നു. എന്നാൽ ഈ ചിഹ്നഗ്രഹങ്ങൾ ഇതുവരെ ഭൂമിക്ക് ഭീഷണിയായിട്ടില്ല. പക്ഷേ 2046 2023 DW എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചിഹ്നഗ്രഹം ഭൂമിക്ക് ചെറിയൊരു ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ടെന്ന് നാസ ഗവേഷകർ പറയുന്നു. ഒരു ഫുട്ബോൾ ഫീൽഡിൻ്റെ വലുപ്പമുണ്ടിതിന്. സാധാരണ ഒരു ചിഹ്നഗ്രഹം കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ഭൂമിക്ക് ഭീഷണി എത്രത്തോളം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ ആഴ്ചകളുടെയോ മാസങ്ങളുടെയോ പഠനങ്ങൾ വേണ്ടിവരും. 2023 ഫെബ്രുവരി 26 ഈ ചിഹ്നഗ്രഹം ആദ്യമായി കണ്ടെത്തിയത്. നിലവിലെ പഠനമനുസരിച്ച് 99.82% ഇത് ഭൂമിക്ക് ഭീഷണിയാകില്ലെന്നാണ് ഗവേഷകർ പറയുന്നത്. പക്ഷേ 100% ആയാൽ മാത്രമേ ഭൂമി സുരക്ഷിതമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. 2023 DW ഭൂമിക്ക് വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നില്ലെങ്കിലും നാശമുണ്ടാക്കാൻ സാധ്യതയുള്ള ഏതൊരു ചിഹ്നഗ്രഹത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കാൻ നാസ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നാസ അവരുടെ ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് അഥവാ ഡാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന ബഹിരാകാശ പേടകം ബഹിരാകാശത്തിലെ ഒരു പാറയുടെ ദിശ മാറ്റാൻ കഴിയുമോ എന്നറിയാൻ ഒരു ചിഹ്നഗ്രഹത്തിൽ ഇടിപ്പിച്ചു. ദൗത്യം വിജയകരമാണെന്ന് നാസ പിന്നീട് സ്ഥിരീകരിച്ചു. പക്ഷേ ഒരു കൂറ്റൻ ചിഹ്നഗ്രഹം നമ്മുടെ നേരെ വന്നാൽ ഈ രീതി എത്രത്തോളം ഫലപ്രദമാണെന്നുള്ള ഗവേഷണം തുടരുകയാണ്. ഓർക്കുക, ദിനോസർ പോലെയുള്ള ഭീകരജീവികളെ മുതൽ പല ജീവജാലങ്ങളെയും ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയത് ഇതുപോലൊരു ചിഹ്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചിട്ടാണ്.